അപ്പോഴും ഇങ്ങേര് കയറി വരും, ഈ യഹോവ കയറി വരും. പുള്ളിയുടെ ആ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് പിന്നെ മനസ്സിലാക്കി. പിതാവെന്ന് പറയുമ്പോൾ തന്നെ പേടിയായി വരും. അതിനു മുമ്പ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കാത്തത്. പക്ഷേ ഇത് ശരിക്കും ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷിവിച്ചാനൊക്കെ എപ്പോഴും പറയും, ഞങ്ങളുടെ പാസ്റ്റർ ആണെങ്കിൽ ഈ പഴയ നിയമം അല്ലാതെ അങ്ങനെ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്ന് പറയും. സ്പിരിറ്റ് ഓഫ് ഫിയർ, ഇത് സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ സ്പിരിറ്റ് ഓഫ് ഫിയർ വേഴ്സസ് സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, ഇത്രേ ഉള്ളൂ. ഇത് ഈ സാധനമുള്ളൂ. ഈ പുള്ളിയുടെ ഇതങ്ങ് പറഞ്ഞു ഞാൻ ഇത് പൗലോസ് ലീഗ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് വിവരിക്കുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. അദ്ദേഹം പറയുന്നത് ഈ രണ്ട് പർവ്വതാണ്. അപ്പൊ ഒന്ന് ജെറുസലേമാണ്. അപ്പൊ അദ്ദേഹം രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്നുണ്ട്, ഹാഗാർ പിന്നെ സാറ. ഹാഗാർ അടിമകളെ പ്രസവിക്കുന്നു, കാരണം ദാസി സ്ത്രീയാണ്. അപ്പൊ ദാസിയിൽ അബ്രഹാമിന് മകനുണ്ടായി, മക്കളുണ്ടായി, പരമ്പരയുണ്ടായി. അത് അടിമകളാണ്, ദാസിയുടെ മക്കളാണ്. സ്വതന്ത്രയുടെ മകളുണ്ട്, സാറയുടെ മകൻ, അത് ഇസാക്കാണ്. ഇസാക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചിരി എന്നാണ്. ചിരി സ്വാതന്ത്ര്യത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ചിരി. അടിമ ചിരിക്കത്തില്ല, ഇളിക്കത്തേ ഉള്ളൂ. അതാണ് പെന്തക്കോസ്തുകാരുടെ ഇളി. അപ്പൊ ഈ ചിരി ഉണ്ടാകുന്നത് ഇസാക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ചിരി. അപ്പൊ ഇസാക്കിന്റെ മക്കൾ അല്ലെ സാറായുടെ മക്കളെയും ഹാഗറിന്റെ മക്കളെയും കൂടെ രണ്ടായിട്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വരച്ച് കാണിച്ചിട്ട് പറയുന്നത് ഇത് രണ്ട് നിയമങ്ങളെ കുറിക്കുന്നു, രണ്ട് സിസ്റ്റത്തെ കുറിക്കുന്നു. ഒന്ന് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. ഏതാ? ജെറുസലേം ദേവാലയം ഇരിക്കുന്ന യഹൂദനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ഇപ്പോഴത്തെ ജെറുസലേമിനോട് ഒക്കുന്നെന്ന്. എന്നിട്ട് പറയാണ് അവരിപ്പോഴും തന്റെ മക്കളുമായിട്ട് അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത്. അവർ ഇപ്പോഴും തന്റെ മക്കളോടുകൂടെ അടിമത്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പം അത് നീ ദാസനല്ല, നീ പുത്രൻ അത്രേ. നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. യുവമാരുടെ പരിപാടി ദൈവദാസനെ ഇവർക്ക് ദാസ്യത്വമാണ്. പെന്തക്കോസ്തിൽ മുഴുവൻ അബ്രഹാമിന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, മറ്റവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകും. ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. അപ്പൊ സീനായ് മലയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വന്ന സന്തതി പരമ്പരകളും വിശ്വാസ സംഹിതയും അടിമത്തമാണെന്ന് പൗലോസ് ശ്ലീഹ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയാണ്. ഹാഗർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നു, അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോടുകൂടി അടിമയിലല്ലോ ഇരിക്കുന്നത്. അടുത്ത വാക്യം, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. നാമോ സഹോദരന്മാരെ ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഇന്നും ഇവന്മാര് നമ്മെ ഉപദ്രവിക്കുന്നു. നാം ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോ അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളെത്തെ. തിരുവെഴുത്തോ എന്ന് പറയുന്നു ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശി ആകയില്ല. ഇതാണ് ഈ പെന്തക്കോസ്തുകാർക്ക് നമ്മളോട് ബന്ധമില്ല എന്ന് പറയും. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെയാണോ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്? സ്പിരിറ്റ് ഓഫ് ഫ്രീഡം വേഴ്സസ് സ്പിരിറ്റ് ഓഫ് ഫിയർ. ഭയത്തിന്റെ ആത്മാവ്, ഫ്രീഡം, സ്പിരിറ്റ് ഓഫ് ഫ്രീഡം, സ്പിരിറ്റ് ഓഫ് ഫിയർ. ഇതിൽ ഏതിലാണ് നിങ്ങൾ നിൽക്കുന്നത്? 2 സിസ്റ്റം ഉണ്ട്. ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധനായ പൗലോസ് എഴുതിയിരിക്കുക. ഈ സത്യമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ആര് വന്നാലും ഒരു ഭയവും കൂടാതെ നേരെ നിന്ന് ഇത് പറയും. അതിനൊക്കെ അത്യാവശ്യം വേണ്ട ത്രാണിയൊക്കെ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അതിനത് പറയുന്നത് മനസ്സിലായോ? നേരെ വരുന്നവൻ ധൂളിയായി പോകും. അതിനുള്ള വാഗ്ദത്വം ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഭസ്മീകരിച്ച്